സുഖോയ് Su-35 ജെറ്റുകൾ ചൈനയ്ക്ക് വിറ്റതിന്റെ നിരാശയിലാണ് റഷ്യയെന്ന റിപ്പോർട്ടുകൾ. 10 വർഷം മുൻപാണ് 24 റഷ്യൻ നിർമ്മിത Su-35 ഫൈറ്റർ ജെറ്റുകൾ വാങ്ങാനുള്ള കരാറിൽ ചൈന ഒപ്പുവെച്ചത്. എയർക്രാഫ്റ്റുകളുടെ നിർമ്മിതികൾ മനസ്സിലാക്കി സമാനമായവ നിർമ്മിക്കുകയാണ് കരാറിലൂടെ ചൈനയുടെ ലക്ഷ്യമെന്നായിരുന്നു നിഗമനം. എന്നാലിപ്പോൾ കരാറിൽ വീണ്ടും ആശങ്കകൾ ഉയരുകയാണ്. Su-27 ഫൈറ്ററിനോടുള്ള ബീജിംഗിന്റെ സമീപനമാണ് ആശങ്കകൾക്ക് കാരണം. 1990കളുടെ തുടക്കത്തിലാണ് ചൈന Su-27 ഫൈറ്റർ ജെറ്റുകൾ വാങ്ങാൻ ആരംഭിച്ചത്. പിന്നീട് ഇവയുടെ അതേ പതിപ്പായ J-11 നിർമ്മിക്കുകയും കയറ്റി അയക്കുകയുമായിരുന്നു. ഇതിനായി റഷ്യയിൽ നിന്ന് ലൈസൻസും നേടിയിരുന്നില്ല. ചൈനയുടെ നീക്കം റഷ്യയുടെ അതൃപ്തിക്ക് കാരണമാവുകയും ചെയ്തു. സാങ്കേതിക വിദ്യയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന 4ാം തലമുറ യുദ്ധവിമാനമായ Su-35 2015 സിറിയയിലാണ് ആദ്യമായി യുദ്ധത്തിന് ഉപയോഗിച്ചത്. സൂപ്പർ ക്രൂയിസ്, സ്റ്റെൽത്ത് തുടങ്ങിയ സവിശേഷതകൾ ഉണ്ടെങ്കിലും ഇതിന് യഥാർത്ഥ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയില്ല. തദ്ദേശീയമായി നിർമ്മിച്ച 5ാം തലമുറ J-20 യുദ്ധവിമാനം പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകുന്നതുവരെ വ്യോമസേനയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള പകരക്കാരനായാണ് ചൈന Su-35 വാങ്ങിയെന്നതാണ് റിപ്പോർട്ടുകൾ. US സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ചൈന J-20 വികസിപ്പിച്ചതെന്ന ആരോപണങ്ങളും ശക്തമാണ്. റഷ്യൻ സൈനിക ഉപകരണങ്ങൾ പതിവായി വാങ്ങുന്ന ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് വിൽക്കാതിരിക്കാനാണ് ചൈന Su-35 ജെറ്റുകൾ വാങ്ങിക്കൂട്ടിയതെന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം ഫെബ്രുവരിയിൽ ഇന്ത്യക്ക് തങ്ങളുടെ അത്യാധുനിക 5ാം തലമുറ യുദ്ധവിമാനമായ Su-57 നൽകാമെന്ന് റഷ്യ പറഞ്ഞിരുന്നു. ഇന്ത്യക്ക് യുദ്ധവിമാനം നൽകാമെന്ന് മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ സംയുക്തമായി നിർമ്മിക്കാനുള്ള നിക്ഷേപവും നടത്താമെന്നും ഇന്ത്യയുടെ സ്വന്തം 5ാം തലമുറ യുദ്ധവിമാന വികസനത്തിന് സാങ്കേതിക സഹായങ്ങളും റഷ്യ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വ്യോമസേനയ്ക്കായി വലിയ തോതിൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് ആവശ്യമായി വരുന്ന സമയത്താണ് ഈ ഓഫർ റഷ്യ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ചൈന പാകിസ്ഥാൻ സ്റ്റെൽത്ത് വിമാന ഭീഷണി മറികടക്കാൻ ഇന്ത്യക്കും കൈവശം സമാന സാങ്കേതിക വിദ്യയുള്ള യുദ്ധവിമാനം ആവശ്യമുണ്ട്. ഇതറിഞ്ഞാണ് റഷ്യയുടെ ഓഫർ. 2010 ഇന്ത്യയും റഷ്യയും സംയുക്തമായി 5ാം തലമുറ യുദ്ധവിമാന വികസനത്തിനായി കരാർ ഒപ്പിട്ടിരുന്നു. എന്നാൽ ഡിസൈൻ, സാങ്കേതിക വിദ്യ കൈമാറ്റം, പങ്കാളിത്തം തുടങ്ങിയ കാര്യങ്ങളിലെ ഭിന്നതകൾ കാരണം ഇന്ത്യ പദ്ധതിയിൽ നിന്ന് പിന്മാറി. ഈ പദ്ധതിയുമായി റഷ്യ മുന്നോട്ടു പോവുകയും അവസാനം Su-57 യാഥാർത്ഥ്യമാവുകയും ചെയ്തു. പദ്ധതിയിൽ പിന്നീട് പങ്കാളിയാകാനുള്ള അവസരം നിലനിർത്തിയാണ് ഇന്ത്യ അതിൽ നിന്ന് പിന്മാറിയത്. ഇപ്പോൾ അതേ പദ്ധതിയിലേക്കാണ് ഇന്ത്യയെ റഷ്യ ക്ഷണിച്ചിരിക്കുന്നത്. ഇതിനോട് ഇന്ത്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. സ്വന്തമായി 5ാം തലമുറ യുദ്ധവിമാന വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ഇന്ത്യ. അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് വികസനത്തിലാണ് ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇതിന്റെ 7 സ്ക്വാഡ്രണുകൾ സേനയിൽ ഉൾപ്പെടുത്താനാണ് ഇന്ത്യയുടെ പദ്ധതി. എന്നാൽ ഇതുവരെ പ്രോട്ടോടൈപ്പ് വികസനത്തിലേക്ക് ഇന്ത്യക്ക് കടക്കാനായിട്ടില്ല. ഈ സമയത്താണ് റഷ്യയുടെ ഓഫർ. നിലവിൽ റഷ്യ യുക്രൈൻ യുദ്ധം നടക്കുന്നത് മൂലം ഇതിന്റെ ഉൽപാദനം മന്ദഗതിയിലാണ്. അതിനാൽ തന്നെ ഇന്ത്യ ആവശ്യപ്പെടുന്ന സമയത്ത് നിശ്ചിത എണ്ണം നിർമ്മിച്ചു നൽകാനാകുമോ എന്നതിൽ ഇന്ത്യക്ക് ആശങ്കയുണ്ട്. ഇത് മനസ്സിലാക്കിയാണ് ഇന്ത്യയിൽ തന്നെ സംയുക്തമായി നിർമ്മിക്കാമെന്ന് റഷ്യ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. എങ്കിലും എഞ്ചിൻ ഉൾപ്പെടെയുള്ളവയുടെ സാങ്കേതിക വിദ്യ കൈമാറ്റത്തിൽ ഇന്ത്യക്ക് ഉറപ്പുകളൊന്നുമില്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.